നേമത്ത് മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി വിവാദമായതിന് പിന്നാലെ ടേൺ അടിച്ചു. മത്സരിക്കാനില്ലെന്നല്ല പറഞ്ഞത്, പാർട്ടി തീരുമാനിക്കും എന്നതാണ് തന്റെ നിലപാട് എന്നും വി ശിവൻകുട്ടി രണ്ടാമത് വ്യക്തമാക്കി. നേമത്തേക്ക് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു, 1 പ്രാവശ്യം പരാജയപ്പെട്ടു, പിന്നെ 3 പ്രാവശ്യമായി. ജയിച്ചപ്പോൾ പിന്നെ 1 പ്രാവശ്യം രാജഗോപാലാണ് പരാജയപ്പെടുത്തിയത്, പിന്നെ കുമ്മന രാജശേഖരനെ പരാജയപ്പെടുത്തി, പിന്നെ നമ്മുടെ മുരളീധരൻ മത്സരിച്ച് പരാജയപ്പെടുത്തി. എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM നേമത്താര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അല്ല ഞങ്ങളൊന്നും ആദ്യമേ സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുന്നവരല്ലല്ലോ ഞങ്ങൾ ഇതിനടുത്ത് മത്സരിക്കാൻ വേണ്ടി പോകണം. പാർട്ടി എടുക്കുന്ന തീരുമാനം അത് ഇത്രയും നാൾ 40 വർഷക്കാലമായി പാർട്ടി എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഏത് കാര്യത്തിലും പാർട്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് എൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത്. എന്നോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പെല്ലാം വരാൻ വേണ്ടി പോവുകയാണല്ലോ, നേമം മണ്ഡലത്തിൽ എന്താ സ്ഥിതി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നേമം മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മറ്റു ചില പാർട്ടികൾ ചെയ്യുന്ന പോലെ സ്വന്തമായിട്ട് നേമത്ത് ഞാൻ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരാവകാശങ്ങൾ എനിക്കില്ല. എന്ന് മാത്രമല്ല, ഞാൻ 3 പ്രാവശ്യം അവിടെ മത്സരിച്ചു. ഇത് അവിടുത്തെ നിയമത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ 2-3 ടേമിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചതാണ് പറഞ്ഞത്. വി ശിവൻകുട്ടിയുടെ സ്ഥാനാർത്ഥി പിന്മാറ്റം BJPയുമായുള്ള ഡീലിന്റെ ഭാഗമാണ് എന്ന കോൺഗ്രസ് പ്രതികരണത്തിന് പിന്നാലെയാണ് വീണ്ടും ശിവൻകുട്ടി മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേമത്ത് തന്നെ BJPക്ക് നല്ല ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം മാറുന്നതെന്ന് അറിയില്ല. BJPയുമായിട്ടൊരു ക്ലോസ് ഫൈറ്റ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ CPMന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവും മന്ത്രിയുമായിരിക്കുന്നയാൾ ഞാൻ അങ്ങോട്ടേക്ക് മത്സരിക്കാനില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലേ? അല്ലാതെ സ്വാഭാവികമാണല്ലോ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 5 സ്ട്രീമുകളിലും UDFനാണ് മേൽക്കൈ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ശിവൻകുട്ടി മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിന്നാലെ പലരും ഈ ഒരു തീരുമാനത്തിലേക്ക് വരും എന്നാണ് കാണുന്നത്. പക്ഷെ ഇത് CPMൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രീസിഡന്റ് ഇല്ല. കാരണം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരും മത്സരിക്കേണ്ടെന്ന്. വ്യക്തികൾ തന്നെ ഇങ്ങനെ പറയുന്നെങ്കിൽ എത്രമാത്രം പരാജയത്തിന്റെ ആഴം അവർ കാണുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇത് കാണാൻ നമുക്ക് സാധിക്കുന്നത്. നേമത്തെ ശിവൻകുട്ടി തന്നെ കളത്തിൽ ഇറങ്ങുമെന്ന് മാതൃഭൂമി ന്യൂസ് ഇന്ന് രാവിലെ നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു ഈ പ്രതികരണങ്ങളെല്ലാം. MS ലിഷോയ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ആദ്യം പറയുന്നു മത്സരിക്കില്ല എന്ന്, പിന്നീട് പറയുന്നു പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ടേൺ അടിക്കുന്നു, മലക്കം മറിയുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞത് എന്നും അതാരെ സഹായിക്കാനാണോ എന്നതാണ് ഉയരുന്ന മറ്റ് ചോദ്യവും ചർച്ചയും. മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം ഇന്ന് രാവിലെ തന്നെ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അവസാനം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ നമ്മൾ ചോദിച്ചപ്പോൾ നേമത്ത് മത്സരം കടുക്കാൻ സാധ്യതയുണ്ടല്ലോ, നേമത്ത് ഇത്തവണ മത്സരിക്കുമോ എന്നുള്ള കാര്യം ചോദിച്ച സമയത്ത് അദ്ദേഹം താൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാം അവസാനമായി തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഇത്രയും വർഷക്കാലം താൻ പാർട്ടി പ്രവർത്തകനായും പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് നിന്നു. അതുപോലെ തന്നെ ഇത്തവണയും അന്തിമമായ ഒരു തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണ്. ആ നിലപാട് തന്നെയായിരിക്കും തനിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷമാണ് പിന്നീട് കോൺഗ്രസിന്റെ പ്രതികരണം വരുന്നതും ശിവൻകുട്ടി BJPയെ സഹായിക്കാനായി ഇത്തരത്തിൽ മാറി നിൽക്കുന്നു എന്ന് പറയുന്നതൊക്കെ തന്നെ. അപ്പോഴാണ് അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നത്, ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. താൻ പറഞ്ഞ വാക്കുകൾ മറ്റ് ചില വ്യാഖ്യാനങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് ഒന്ന് വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് വീണ്ടും മാധ്യമങ്ങളെ വിളിക്കുകയും ഇതിൽ കൃത്യമായൊരു നിലപാട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുള്ളത്. മറ്റു ചില പാർട്ടികളൊക്കെ തന്നെ അത് ഒരുപക്ഷെ BJPക്ക് നേരെയുള്ള ഒരു ഒളിയമ്പായിരിക്കാനാണ് സാധ്യത. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ ഒരു പ്രതികരണത്തിൽ BJPയെയും കോൺഗ്രസിനെയും കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് മറ്റ്
BJP-യെയും കോൺഗ്രസിനെയും ഒക്കെ പോലെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം സ്വയം തീരുമാനിക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഒരു തീരുമാനം അത്തരത്തിൽ എടുക്കുന്ന ഒരു പാർട്ടിയല്ല LDF. അതുകൊണ്ട് തന്നെ LDF-ഉം CPM-ഉം ഒക്കെ തന്നെ അന്തിമമായി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ എടുക്കുന്നത് ചർച്ചകളിലൂടെയാണ്. ആ പാർട്ടി നിലപാട് ഉണ്ടാകുന്നത് വരെ തനിക്ക് എന്താണ് ആ പാർട്ടി നിലപാട് അതിനോടൊപ്പം തന്നെ നിൽക്കുമെന്നുള്ളതാണ് ശിവൻകുട്ടി പറയുന്നത്. എന്തായാലും നമ്മൾ രാവിലെ നൽകിയ ആ വാർത്തയോട് അദ്ദേഹം അത് മുഖം തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് മത്സരിക്കാനുള്ള സാധ്യത തള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നേമത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു പോരാട്ടം ഇത്തവണ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് തൃശ്ശൂരിൽ വെച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായത്, നേമത്ത് ഇത്തവണ താൻ മത്സരിക്കുമെന്നുള്ളത്. അപ്പോൾ വ്യക്തിപരമായി മത്സരിക്കാൻ താല്പര്യമില്ല എന്നായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത്. പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കും എന്നുമായിരിക്കണം. അത് ചെറിയൊരു പൊരുത്തക്കേട് വന്നു എന്നതായിരിക്കാം അല്ലേ? അതെ, അദ്ദേഹം പറഞ്ഞത് താൻ ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞതെന്നുള്ളതാണ്. അതായത് മത്സരിക്കാനില്ല എന്ന് തീർത്തും പറയുന്നതല്ല. സ്വാഭാവികമായും LDF-ന്റെ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 തവണ തുടർച്ചയായി മത്സരിക്കുന്ന നേമത്ത് അത് ഈ ശിവൻകുട്ടി തന്നെയാണ് മത്സരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതിൽ 2 തവണ വിജയിക്കുകയും 1 തവണ പരാജയപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇത്രത്തോളം അവസരങ്ങൾ തന്ന നിലയ്ക്ക് താൻ ഇത്തവണ മത്സരിക്കാനുണ്ടാകില്ല എന്നുള്ള തരത്തിലാണ് താൻ പ്രതികരിച്ചത്. പക്ഷേ അതിൽ പാർട്ടിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്, തന്നെ സ്ഥാനാർത്ഥിയാക്കണോ വേണ്ടയോ എന്ന്. അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു, ഈ ആരൊക്കെ മത്സരിക്കണം, ഏതൊക്കെ തരത്തിലുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുക എന്നുള്ള തലത്തിലേക്കൊന്നും തന്നെ മുന്നണിയിലോ പാർട്ടിയിലോ ഒന്നും തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ചർച്ചകളൊന്നും തന്നെ തുടങ്ങാതിരിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല LDF എന്നുള്ളതും CPM എന്നുള്ളതും നമുക്ക് വ്യക്തമായി മനസ്സിലാകാവുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും നേമത്തെ കാര്യത്തിൽ ഉറപ്പാണ്. ഏകദേശം ശിവൻകുട്ടി തന്നെ മത്സരിക്കുമെന്ന് നമ്മൾ രാവിലെ തന്നെ നൽകിയ വാർത്ത, മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്തയോട് ശരിവെക്കുന്നത് തന്നെയാണ് രണ്ടാമത് അദ്ദേഹം നടത്തിയ ആ ഒരു പ്രതികരണം. ശരി, മസ്ലിഷോയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. വീണ്ടും അക്കാര്യം പറയുമ്പോൾ അതിലൊരു വ്യക്തതക്കുറവ് പോലെ തോന്നുന്നുണ്ട്. ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണ് ഓർമ്മ എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്.